സ്വയം ചാവേറാകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാക്കി അതിനുവേണ്ടി ശരീരം മുഴുവൻ ക്ഷൗരം ചെയ്യുന്നതുൾപ്പെടെയുള്ള ആചാരപരമായ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയ ഹമാസ് തീവ്രവാദിക്ക് മുന്നിൽ യേശുക്രിസ്തു ദർശനത്തിൽ പ്രത്യക്ഷനായി സംസാരിച്ച സംഭവത്തിന്റെ വിശദാംശങ്ങൾ പുറത്ത്. ഗാസയിൽ അനേകർക്ക് യേശുവിന്റെ ദർശനങ്ങൾ ലഭിക്കുന്നതായും അനേകം മുസ്ലിമുകൾ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നതുമായുള്ള പലസ്തീൻ നേതാവായിരുന്ന യാസർ അറാഫത്തിന്റെ മുൻ സഹായിയും PLOയിലെ സജീവ പ്രവർത്തകനുമായിരുന്ന തൈസർ ടാസ അബുസാദയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഓൾ ഇസ്രായേൽ ന്യൂസിനോട് അദ്ദേഹം തന്നെ 2 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഹമാസ് തീവ്രവാദിയുടെ അത്ഭുത മാനസാന്തരത്തെപ്പറ്റി വിശദീകരിച്ചത്. ചാവേർ ബോംബായി പൊട്ടിത്തെറിക്കാൻ ദേഹശുദ്ധി വരുത്തി ചാവേറാകുന്നതിനുള്ള ബെൽറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ദേഹത്ത് ഘടിപ്പിച്ച് സർവ്വ ഒരുക്കങ്ങളും പൂർത്തിയാക്കി പിറ്റേന്ന് രാവിലെ പുറപ്പെടാനിരുന്ന ഹമാസ് തീവ്രവാദി രാത്രി കിടക്കുമ്പോൾ ഉറക്കത്തിൽ യേശു അയാൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞതായി സാദ വെളിപ്പെടുത്തി: "നീ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് തിന്മയാണ്. ഞാൻ യേശുവാണ്. എന്നെ അനുഗമിക്കുക." ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന ഹമാസ് തീവ്രവാദി സ്വപ്നത്തിൽ താൻ കണ്ട സാക്ഷാൽ യേശു തനിക്കു മുന്നിൽ നിൽക്കുന്നത് നേരിട്ട് കാണുകയാണ് ഉണ്ടായത്. പേടിച്ചരണ്ട് നിലവിളിച്ച് പുറത്തേക്കോടിയ ആ തീവ്രവാദി 2 വർഷക്കാലം യേശുവിനെപ്പറ്റി പഠനങ്ങളും അന്വേഷണങ്ങളും നടത്തി. ഹമാസ് തീവ്രവാദികൾ ഈ കാലങ്ങളിലെല്ലാം അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. തുടർന്ന് ചാവേറാകാൻ പുറപ്പെട്ട ആ ഹമാസ് തീവ്രവാദി താൻ എത്തിച്ചേർന്ന നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ക്രൈസ്തവ വിശ്വാസം പുൽകുകയും ഇന്ന് യേശുവിന്റെ തീക്ഷ്ണമതിയായ അനുയായിയായി പ്രവർത്തിക്കുകയുമാണെന്നും തനിക്ക് ഇത് വ്യക്തിപരമായി അറിയാമെന്നും സാദ പങ്കുവച്ചു. ഗാസയിൽ അടുത്തിടെ അനേകരെ യേശുക്രിസ്തു ദർശനങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നതിന് താൻ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സാദ കൂട്ടിച്ചേർത്തു.